KSFE ചേലക്കര ബ്രാഞ്ചിൽ നിന്നും ഒരു നറുക്ക് 3 ലേലവുമായി ഉടൻ ആരംഭിക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ 20,000 ഇൻറ്റു 50 മാസം 10 ലക്ഷം രൂപ, 9,50,000 രൂപ നറുക്ക് പ്രൈസും, 30% ലേലക്കിഴിവിൽ 7 ലക്ഷവും 30% ലേലക്കിഴിവിൽ രണ്ടാമത്തെ മാസം മുതൽ 16,250 രൂപ തവണ സംഖ്യയുമായിരിക്കും. കൂടാതെ KSFE എംപവർ ചിറ്റ്സിൽ മെഗാ ബമ്പർ സമ്മാനമായി 1.5 കോടിയുടെ വിലയും ലഭിക്കുന്നു. 200ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ മേഖലാതല സമ്മാനമായും ശാഖാതലത്തിൽ 10 ഒരാൾക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കുന്നു. ഗൃഹനിർമ്മാണം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കിനി ലോണുകളുടെ അമിത പലിശ ഭാരമില്ലാതെ മുൻകൂട്ടി ചേരാൻ സാധ്യമായ ചിട്ടികൾ, ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും സൗജന്യ ഡോർ കളക്ഷൻ സൗകര്യവുമുണ്ട്. KSFE ചേലക്കര. ഫോൺ 0488425245 9037597176. സമസ്തയുടെ പുതിയ പാഠ്യപദ്ധതി SNEC ശരീഅത്ത് പ്ലസ് മതഭൗതിക വിദ്യാഭ്യാസ പദ്ധതിക്ക് ചെറുതുരുത്തി നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിൽ തുടക്കമായി. 8 വർഷം നീണ്ടു നിൽക്കുന്ന സമസ്തയുടെ പുതിയ പാഠ്യപദ്ധതിയായ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNEC ശരീഅത്ത് പ്ലസ് മതഭൗതിക വിദ്യാഭ്യാസ പഠനരീതിക്ക് ചെറുതുരുത്തി നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിൽ തുടക്കമായി. സുന്നി മഹൽ ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ പഠനാരംഭ ഉദ്ഘാടനവും പുതിയതായി എത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണവും നിർവഹിച്ചു. നമ്മളിവിടെ ഒരു കാര്യം കൂടെ ചെയ്യുന്നത്, ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ ഹാഫിളീകളായതിനു ശേഷം അവർ ദൗറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പരിശീലനം കഴിഞ്ഞാൽ അവരെ നേരെ SNEC മാറ്റണം എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഹാഫിളായ പണ്ഡിതനായ ഭൗതിക വിദ്യാഭ്യാസം കരകതമാക്കാൻ കഴിഞ്ഞ നല്ലൊരു മകനെ, പണ്ഡിതനെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവർക്ക് ആവശ്യമായ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഉറുദു, അറബി ഭാഷകളിലൊക്കെ പ്രാവീണ്യം നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പൊ ഇതെല്ലാം മത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങളിൽ അൽഹംദുലില്ലാഹ് പറയാൻ കഴിയാവുന്ന കഴിഞ്ഞ ഒരു വർഷത്തെ SNEC-യുമായി ബന്ധപ്പെട്ട സമസ്ത കേരള ജമിയത്ത് ഉലമ വിദ്യാഭ്യാസ ബോർഡും SNEC മാനേജ്മെന്റും നടത്തിയ മുഴുവൻ പരീക്ഷകളിൽ, മുഴുവൻ പരിപാടികളിലൊക്കെ ഫസ്റ്റും സെക്കൻഡും പ്രൈസ് വാങ്ങിയ കേരളത്തിലെ മക്കൾ യത്തീംഖാനയിലെ നമ്മുടെ മക്കളാണ്. അൽഹംദുലില്ലാഹ്. അതെന്നുവെച്ചാൽ അത് എന്തുകൊണ്ട് നേടാൻ കഴിയുന്നു? അവരുടെ മനസ്സിനകത്ത് അവർക്കത് പ്രകാശിപ്പിക്കാൻ കഴിയാവുന്ന എല്ലാ സംവിധാനവും മനസ്സിനകത്തുണ്ട്. യത്തീംഖാന വർക്കിംഗ് സെക്രട്ടറി അലി ഹാജി പട്ടേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാപനവും ബിൽഡിങ്ങും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഈ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്നതിൽ ചില പരിമിതികൾ നമുക്കുണ്ടാവുകയും ആ പരിമിതികൾക്കനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും സഹായത്തോടുകൂടി, പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി നടത്താൻ കഴിയുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ശരിയാ തുടങ്ങിയതിന് ശേഷം ശരിയാ പ്ലസ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും SNEC-യുടെ സംവിധാനം, സംസ്ഥയുടെ SNEC-യുടെ സംവിധാനം ആശങ്കയോടുകൂടിയാണ് നൂറുകൊണ്ടേക്ക് ശരിയാ പ്ലസ് അനുവദിച്ചത്. കാരണം ഒരു വിജനമായ സ്ഥലം, വലിയൊരു കെട്ടിടം, കുറഞ്ഞ കുട്ടികൾ, അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ്, അങ്ങനെ നിരവധി പ്രയാസങ്ങളാണ് ശരിയാ പ്ലസ് നമുക്ക് അനുവദിക്കുമ്പോൾ SNEC-യുടെ യത്തീംഖാന പ്രിൻസിപ്പൽ അസ്കർ അലി അൻവരി ആമുഖ പ്രഭാഷണവും ജോയിന്റ് സെക്രട്ടറി PA അബ്ദുൽ കരീം മുഖ്യ പ്രഭാഷണവും നടത്തി. മുഹമ്മദ് ആദിൽ, മുഹമ്മദ് ഫായിസ് എന്നിവർ ദുവാ ദർസിന് നേതൃത്വം നൽകി. ആലിഫ് ഉമ്മർ അൻസരി, മുബഷീർ അൻവരി, ഷമീം കാമലി ഫൈസി, ജാഫർ ഫാമിലി ഫൈസി, മുഹമ്മദ് കുട്ടി ഹാജി, M അഹമ്മദ് കുട്ടി മുസ്ലിയാർ പഴയന്നൂർ, TP അബൂബക്കർ മുസ്ലിയാർ, ഫായിസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. യത്തീംഖാന സെക്രട്ടറി MP സുലൈമാൻ സ്വാഗതവും മുഹമ്മദ് കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിന് ശേഷം എല്ലാവർക്കും ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. CCV ന്യൂസ്, ചെറുതുരുത്തി.